വഴിയിൽ തളർന്നു വീഴുന്നവർക്ക് തണലേകുന്ന ഒരു കർഷകന്റെ കഥ കേട്ടാലോ? കാസർഗോഡ് ബളാൽ മരുതുംകുളം സ്വദേശിയായ കോരനാണ് നാടിന് മാതൃകയാവുന്ന പ്രവൃത്തി വർഷങ്ങളായി ചെയ്തു വരുന്നത്. കാണാം മരുതുംകുളത്തെ ഹരിത വിശേഷങ്ങൾ. 30 വർഷങ്ങൾക്ക് മുൻപ് കോരൻ പൊന്നുമുണ്ടയിൽ നിന്നും മരുതുംകുളത്തേക്ക് മല കയറി വരുമ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി. കരിഞ്ഞുണങ്ങിയ കാടും നീരുവറ്റിയ മണ്ണും. അന്ന് തൊട്ടേ തുടങ്ങിയതാണ് ഈ മണ്ണിനെ പച്ചപ്പണിയിക്കാനുള്ള ശ്രമങ്ങൾ. കുറച്ചു വർഷങ്ങൾ കൊണ്ട് സ്വന്തം ഭൂമി ആ മനുഷ്യൻ ബലഭൂഷ്ടമാക്കി. പിന്നെ നാടിനും പച്ചില ചാർത്തു ചാർത്തി. മാവും പ്ലാവും ബദാം മരവും നെല്ലിമരവും ഞാവൽ മരവുമെല്ലാം നിറഞ്ഞതാണ് ഇന്നിപ്പോൾ മരുതുംകുളത്തേക്കുള്ള പാതകൾ. പ്ലാവും മാവുമായിട്ട് ഒരു 100-150 മരമോളം വെച്ച് അതിലൊരു 100 താഴെ കാണുമായിരിക്കും ഇപ്പം. പിന്നെ അതിൽ കുറേ മരത്തിന് പേരൊന്നും അറിയാല. പിന്നെ അതിന് എല്ലാ കൊല്ലം ചോട് കളച്ചിട്ട് ഇങ്ങനെ വെള്ളം കുറേ വീട്ടിൽ നിന്നുള്ളൂ. പിന്നെ താഴെ ഒരു ഓലിയുണ്ട്, അവിടെ നിന്ന് കൂടി നോക്കും, അങ്ങനെ ഒഴിച്ചുകൊണ്ട്. പിന്നെ എല്ലാ കൊല്ലം കാടുകൾ മൊത്തമുണ്ട്. ആളുകൾ ചോദിക്കലില്ല. അപ്പം ഞാൻ പറഞ്ഞത് അമ്മ ഒരു തണൽ മാത്രമേ ഇനി ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ പഴവർഗ്ഗം എല്ലാവർക്കും പറിച്ചുകൊണ്ട് എല്ലാവരും എടുക്കുന്നുണ്ട്, ഇപ്പോഴും പറിക്കുന്നുണ്ട്. ഞാൻ ആരോടും പറിക്കേണ്ടത് അറിയില്ല. ഈ മരങ്ങൾ ഇന്ന് നിരവധി പേർക്ക് തണൽ നൽകുന്നു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉൾപ്പെടെ പഴങ്ങൾ നൽകുന്നു. നല്ല കാര്യമല്ലേ? പിള്ളേരെല്ലാം മാങ്ങയും ചക്കെല്ലാം പറഞ്ഞു നമ്മളെ കാലം കഴിഞ്ഞാലും അവർക്ക് നല്ലതല്ലേ? ഇങ്ങനെ ഓർക്കുമല്ലോ, ഇങ്ങനെ ഒരാളുണ്ടായി ഇങ്ങനെ നട്ടു വളർത്തി. അല്ലെങ്കിൽ മറന്നാലും ഇതെല്ലാം പറിച്ച് തിന്നുമ്പോഴത്തേക്ക് എല്ലാം. തരിശു ഭൂമിയിൽ നിന്നും ഈ മണ്ണിനെ സമൃദ്ധിയിലേക്ക് നയിച്ച കോരനെ തേടിയെത്തിയത് നിരവധി പേരിൽ നിന്നുള്ള ആദരവാണ്. വീട്ടിലോട്ട് ആരെങ്കിലും വരണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു അടയാളം പറയുന്നത് വഴിനീളം മരം നട്ട അവിടെയാണ്, അവിടുന്ന് താഴത്തെ ജംഗ്ഷനിലാണ് വീടെന്നുള്ള രീതിയിൽ അത്ര നമുക്കിപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറയും വഴിനീളം മരം നട്ട ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു അടയാളം പോലെ നമുക്കിപ്പോൾ പറയാനായി. അതെ. റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കാനായി ഒരു വിശ്രമ കേന്ദ്രവും കോരൻ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും മരങ്ങൾ പാതയോരത്ത് വെച്ചുപിടിപ്പിക്കണമെന്നാണ് കോരന്റെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.